നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം നട്ടലുയർത്തി ശബരിമലയെ സംരക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്ന നമ്മൾ ശബരിമലയിൽ നടന്ന കൊടും കൊള്ളകളുടെ കഥകളാണ് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിലിത ശബരിമലയിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പ്. കൊടിമര പ്രതിഷ്ഠയ്ക്കായി കിലോ കണക്കിന് സ്വർണ്ണമാണ് ഭക്തരിൽ നിന്ന് പിരിച്ചെടുത്തത്. അഭിഭാഷക കമ്മീഷണർ ASP കുറുപ്പിന്റെ റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. ഇത്രയധികം സ്വർണം കിട്ടിയിട്ടും താഴികക്കുടങ്ങൾ പൊതിയാൻ സ്വർണം അനുവദിച്ചില്ല എന്ന പരാതി കുറിപ്പ് ഉയർത്തി. അഭിഭാഷക കമ്മീഷനും ഉദ്യോഗസ്ഥരും തമ്മിൽ പൊരിഞ്ഞ വഴക്കായിരുന്നു, അതും സ്വർണത്തിന്റെ പേരിൽ. സുരേഷ് ഗോപി, മോഹൻലാൽ, രഞ്ജി പണിക്കർ, രജപുത്ര രഞ്ജിത്ത് അടക്കമുള്ള താരങ്ങളും വ്യവസായികളും ഭക്തരുമൊക്കെ സ്വർണം നൽകി. ഇവ വാജിവാഹനത്തിനും അഷ്ടദിക്പാലക പ്രതിമയ്ക്കുമൊക്കെ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2018 ജൂലൈയിൽ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കണക്കുകളടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് എന്ന പേരിൽ അന്നത്തെ അഭിഭാഷക കമ്മീഷണർ ASP കുറുപ്പ് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ടും സമർപ്പിച്ചു. എന്നാൽ കൊടിമര പ്രതിഷ്ഠയിലെ സ്വർണത്തിന്റെ കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുണ്ട് എന്ന റിപ്പോർട്ട് പരിശോധിച്ച് ഹൈക്കോടതി ദേവസ്വം ബോർഡ് വിലയിരുത്തി. ഭക്തർ നൽകിയ പല സ്വർണ്ണക്കണക്കുകളും റെക്കോർഡിലില്ല. കിലോ കണക്കിന് സ്വർണം ഭക്തർ സംഭാവനയായി നൽകി എന്ന് കുറിപ്പ് തന്നെ തന്റെ റിപ്പോർട്ടിൽ സമ്മതിക്കുന്നു. എന്നാൽ എത്ര കിലോ സ്വർണം ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നുമില്ല. കൊടിമര പ്രതിഷ്ഠയ്ക്ക് പുറമെ 6 താഴികക്കുടങ്ങളും സ്വർണം പൂശണമെന്ന നിലപാട് കുറിപ്പ് കൈക്കൊണ്ടു. ഇതിനുവേണ്ട സ്വർണം നൽകാൻ ദേവസ്വം ബോർഡിനോട് കുറിപ്പ് ആവശ്യപ്പെട്ടു. എന്നാൽ അത് നൽകാൻ ദേവസ്വം ബോർഡ് വിമുഖത കാട്ടി. പിന്നീട് നിർബന്ധം പിടിച്ചപ്പോൾ ദേവസ്വം ബോർഡ് 200 ഗ്രാം സ്വർണം നൽകാൻ തയ്യാറായി. കുറിപ്പ് ആവശ്യപ്പെട്ടത് 600 ഗ്രാം സ്വർണം. ഒന്നും രണ്ടുമല്ല, 27 പേർ നൽകിയ സ്വർണം സംബന്ധിച്ച വിവരങ്ങളൊന്നും റിപ്പോർട്ടിലില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. രസീതുകൾ നൽകിയിട്ടില്ല എന്നും ഹൈക്കോടതി കണ്ടെത്തി. ഓരോരുത്തരെയും നേരിൽ കണ്ട് എത്രത്തോളം സ്വർണം നൽകി എന്ന് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിൽ വ്യക്തതയില്ലെങ്കിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനുള്ള ഉത്തരവും ഹൈക്കോടതി നൽകിക്കഴിഞ്ഞു. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും. അതാണിപ്പോൾ ശബരിമലയിൽ സംഭവിക്കുന്നത്. തന്ത്രി മുതൽ താൽക്കാലിക ജീവനക്കാർ വരെ കയ്യിൽ കിട്ടുന്നതെല്ലാം ശബരിമലയിൽ നിന്ന് അടിച്ചുകൊണ്ടുപോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശബരിമലയിലെ താൽക്കാലിക ജീവനക്കാർ ഭണ്ഡാരത്തിലെ പണമെണ്ണുമ്പോൾ അവർ വായിലും അടിവസ്ത്രത്തിനുള്ളിലുമൊക്കെ തിരികെ പുറത്തേക്ക് പോകുന്ന കാഴ്ച. എന്തിനേറെ, സന്നിധാനത്തെ ബാങ്കിൽ നിന്നും പോസ്റ്റ് ഓഫീസിൽ നിന്നും ദിനംപ്രതി എന്നോണം 10,000 രൂപ അവർ തങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുന്നു. ആ നോട്ടുകളിൽ പടർന്നിരിക്കുന്ന ഭസ്മം ബാങ്ക് ഉദ്യോഗസ്ഥരെയും പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെയും ഒക്കെ ഭയപ്പെടുത്തുന്നു. മതത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ പേരിൽ ഒരു വിവേചനവുമില്ലാത്ത ഏക ആരാധനാലയം ശബരിമലയാണ്. എന്നാൽ ഏറ്റവും കഠിനമായ അനുഷ്ഠാനക്രമവും ആരാധനാ രീതിയും വിശ്വാസ സംഹിതകളും ആചാര രീതികളുമാണ് ശബരിമലയെ വ്യത്യസ്തമാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ കേട്ട പേരുകൾ CPM നേതാക്കളുടെയും ഇപ്പോഴത്തെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ആളുകളുടേതുമാണ്. എന്നാൽ പഴയ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് കടന്നു വരുന്നു. 2017 കൊടിമര നിർമ്മാണം നമ്മെ അമ്പരപ്പിക്കും. എസ്റ്റിമേറ്റ് തുകയേക്കാൾ കൂടുതൽ സ്പോൺസർഷിപ്പായി ലഭിച്ചിട്ടും നാടുനീളെ അയ്യപ്പന്റെ പേരിൽ പിരിവെടുത്ത ഒരു ഹീന പ്രവൃത്തിയാണ് അന്ന് നടന്നത്. ആവശ്യമായ തുക സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചിട്ടും സ്ട്രോങ് റൂമിൽ നിന്ന് കിലോ കണക്കിന് വെള്ളിയും ചെമ്പുമൊക്കെ കൊടിമര നിർമ്മാണം എന്ന പേരിൽ പുറത്തെടുത്തു. അന്ന് കൊടിമര നിർമ്മാണത്തിൻ്റെ എസ്റ്റിമേറ്റായി കണക്കാക്കിയത് 3,20,30,000 രൂപയാണ്. ഇതിൽ 3,20,00,000 സ്പോൺസറായ ഹൈദരാബാദ് ഫിനിക്സ് ഗ്രൂപ്പ് നൽകി. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ മുഴുവൻ തുകയും ഫിനിക്സ് കൈമാറിയിരുന്നു. എസ്റ്റിമേറ്റ് തുകയിൽ വെറും 30,000 രൂപയുടെ കുറവ് മാത്രം. 2017 ഫെബ്രുവരി മാസത്തിലാണ് നിലവിലുണ്ടായിരുന്ന കൊടിമരം ഇളക്കുന്നതിന്റെ നടപടികൾ തുടങ്ങിയത്. നേരത്തെ തന്നെ സ്പോൺസർ ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ തുക ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. ബാങ്കിൽ നിക്ഷേപിച്ച ഈ തുകയ്ക്ക് 10 ലക്ഷം രൂപ പലിശ ഇനത്തിൽ ബോർഡിൽ വരുമാനവും ലഭിച്ചു. ചുരുക്കത്തിൽ എസ്റ്റിമേറ്റ് തുകയേക്കാൾ കൂടുതൽ തുക ലഭിച്ചു. എന്നാൽ കൊടിമര നിർമ്മാണത്തിന്റെ പേരിൽ പലരിൽ നിന്നും ബോർഡ് ഉന്നതർ സ്പോൺസർഷിപ്പ് എന്ന പേരിൽ പിന്നീട് തുക പിരിച്ചു. എസ്റ്റിമേറ്റ് തുകയേക്കാൾ കൂടുതൽ തുക ലഭിച്ചിട്ടും ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ നിന്നും അന്നെടുത്തത് 15 കിലോ വെള്ളിയും 30 കിലോ ചെമ്പും. കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നു എന്ന് കണ്ടെത്തിയ ഹൈക്കോടതി ഇപ്പോൾ ശബരിമലയിലെ കൊടിമര നിർമ്മാണത്തിൽ പ്രത്യേക അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. 2017 UDF ഭരണസമിതിയുടെ കാലത്താണ് കൊടിമര പുനർനിർമ്മാണം നടന്നത്. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്.
അജീത്തറയിൽ CPM പ്രതിനിധിയായ രാഘവൻ എന്നിവരൊക്കെ ബോർഡ് അംഗങ്ങൾ. ഈ ഭരണസമിതിയുടെ കാലത്താണ് വാജിവാഹന കൈമാറ്റം ഉൾപ്പെടെ നടന്നത്. കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SIT നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. തന്ത്രിയുടെ വീട്ടിൽ നിന്നും പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജ്യവാഹനം SIT കണ്ടെടുത്തു. കൊടിമര നിർമ്മാണത്തിനു വേണ്ട സ്വർണം സ്വീകരിച്ചതിൽ മുൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ASC കുറുപ്പ് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറെയാണ് ബോർഡ് ചുമതലപ്പെടുത്തിയത്. എന്നിട്ടും ഭക്തരിൽ നിന്ന് സ്വർണം സ്വീകരിച്ചത് കുറുപ്പ്. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അങ്ങേയറ്റം ഗൗരവമുള്ളത്. എന്നാൽ രേഖകളിൽ സ്വർണം കൈമാറിയവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് കൃത്യമായി കണ്ടെത്താൻ കോടതി നിർദ്ദേശിച്ചതോടെ ശക്തമായ അന്വേഷണം ഇപ്പോൾ തുടക്കം കഴിഞ്ഞു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമാണ് കഴിഞ്ഞ ദിവസം SITയോട് വിവരങ്ങൾ ആരാഞ്ഞ് ഒരു കത്ത് നൽകിയത്. കൊടിമര നിർമ്മാണത്തിന് ആവശ്യമായ സ്വർണം സ്വീകരിച്ച കുറുപ്പ് എന്തുകൊണ്ട് ഇത് നൽകിയവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല? എത്രയളവിൽ ഓരോരുത്തരും സ്വർണം നൽകി എന്ന വിവരവും ദേവസ്വം ബോർഡിന്റെ പക്കലില്ല. ശബരിമലയ്ക്ക് ആവശ്യമായ സ്വർണം ഭക്തരിൽ നിന്ന് ലഭിച്ചാൽ അത് കൃത്യമായി 3A രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്ന വ്യവസ്ഥയുണ്ട്. ഇത് പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഈ സ്വർണം മുഴുവനായി കടത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വർണം കൈമാറിയവരുടെ പേര് വിവരങ്ങൾ ഒരു ഭക്തൻ എന്ന് മാത്രമാണ് കുറിപ്പ് എഴുതി വെച്ചത്. സ്വർണം സംഭാവന ചെയ്ത ചിലർക്ക് അവരുടെ പേര് പ്രസിദ്ധീകരിക്കാൻ താല്പര്യമില്ലത്രേ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പരിശോധനയ്ക്ക് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു. 12-ാം തീയതി വീണ്ടും സ്വർണത്തിന്റെ സാമ്പിൾ ശേഖരണം നടക്കും. കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കാനുള്ള വിജിലൻസ് സംഘത്തെ ഇന്ന് നിയോഗിക്കും. SP-യുടെ നേതൃത്വത്തിലുള്ള വിപുലമായ സംഘമായിരിക്കും ഇതിനായി രൂപീകരിക്കുക. വിജിലൻസ് മേധാവിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള മാത്രമല്ല, മറ്റ് നിരവധി തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുവെന്ന് വ്യക്തം. ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാമിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. അടുത്ത ചൊവ്വാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസ്. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്നതാണ് EDയുടെ മുഖ്യ അന്വേഷണ വിഷയം. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ കട്ടിളപ്പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ എത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ചെന്നൈയിലെ ചില വ്യവസായികളും ജയറാമിന്റെ വീട്ടിലെത്തി. ഇതിനുവേണ്ടി എത്ര തുക ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ജയറാം ഏൽപ്പിച്ചു, അഥവാ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതൊക്കെ തലങ്ങളിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ജയറാമിനുണ്ട്? പ്രത്യേക അന്വേഷണ സംഘം ജയറാമിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നത് പോറ്റിയും ജയറാമിനുമിടയിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്നാണ്. നേരത്തെ ജയറാം SITക്ക് നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളേറെയായിരുന്നു. ഇക്കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരീക്ഷിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് നേരത്തെ ജയറാമിനെ ചോദ്യം ചെയ്തത്. ശബരിമലയിൽ വെച്ചാണ് തനിക്ക് പോറ്റിയുമായി ബന്ധം തുടങ്ങിയത് എന്ന് ജയറാം അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പോറ്റി നിരവധി തവണ പൂജകൾക്കായി തന്റെ വീട്ടിൽ എത്തിയിരുന്നു എന്നും ജയറാം. ഒരു മകരവിലക്ക് കാലത്ത് ശബരിമലയിൽ വെച്ച് പോറ്റിയെ പരിചയപ്പെട്ടു. ഒരു ഭക്തൻ എന്ന നിലയിൽ ബെല്ലാരിയിലെ ജുവല്ലറി ഉടമ ഗോവർദ്ധനെ പോറ്റി പരിചയപ്പെടുത്തി. 2019 കട്ടിളപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് പൂജിച്ചപ്പോഴും പോറ്റി വിളിച്ചതിന്റെ പേരിൽ താൻ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് 2019 സെപ്റ്റംബറിൽ ദ്വാരപാലക പാളികൾ പോറ്റിയുടെ ആവശ്യപ്രകാരം തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പൂജകൾ നടത്തി. ഈ പാളികൾ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ വെച്ച് ഘോഷയാത്ര നടത്തിയപ്പോഴും താൻ പങ്കെടുത്തു. പോറ്റിയെ താൻ വിശ്വസിച്ചു എന്നാണ് ജയറാം വിശദീകരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പലരെയും കുപ്പിയിലാക്കി, ഒപ്പം ജയറാമിനെയുമെന്ന് വ്യക്തം. എന്നാൽ ജയറാമിന്റെ കയ്യിൽ നിന്ന് എത്ര തുക പോറ്റി വാങ്ങിയെടുത്തു എന്നത് മാത്രമാണ് ഇനി പുറത്തു വരാനുള്ളത്. മറുവശത്ത് കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ അന്വേഷണ വിധേയമാകുമ്പോൾ ഏതൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ തലയുരുളും കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.